BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസൈർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. ഹെഡ്ജ് വെൽത്ത് മാനേജ്മെന്റ് സർവീസസ്. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. ഫോർഡ് വാഹനങ്ങളുടെ അംഗീകൃത ഡീലറായ മലയാള ഫോർഡ് 5 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇപ്പോഴിതാ തൊടുപുഴയിലും. അത്തിക്കൽ ആർക്കേഡ്, 4 ലൈൻ ബൈപ്പാസ്, തൊടുപുഴ. കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ, ഗ്രൗണ്ട് ഫ്ലോർ, എലീസ പ്ലാസ, മങ്ങാട്ടുകവല, തൊടുപുഴ. ഫോൺ 8304816190. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരായി ഗായത്രി? ഗായത്രി തൊടുപുഴയിലാ. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, Todupura. Super Featherlight Wedding Silk Collections for the Young India from Kalyan Silks. നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലീഗ് പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് നേതാക്കൾ ആരോപിച്ചു. കേരള സർക്കാർ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ സബിയ ജബാർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സർവീസ് സ്കീമും കേരളയും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമും സംസ്ഥാന എക്സൈസ് വകുപ്പും സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി തൊടുപുഴയിൽ നടന്നു. സെമിനാർ PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ചും ധർണയും എൽദോ എബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. ആദിവാസി വനാവകാശം സംരക്ഷിക്കുവാനും ഭൂരഹിതരായ ആദിവാസി, ദളിതർ, തോട്ടം തൊഴിലാളി, ഇതര ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല നിൽപ്പ് സമരം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. ലീഗ് പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KMA ഷുക്കൂർ, ജനറൽ സെക്രട്ടറി MS മുഹമ്മദ്, മുനിസിപ്പൽ പ്രസിഡന്റ് MA കരീം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത്. പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് നേതാക്കൾ ആരോപിച്ചു.
വെള്ളിയാഴ്ച ഇടവെട്ടിയിൽ ലീഗ് പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. CPM പ്രവർത്തകരുടെ മൊഴി മാത്രമേ പോലീസ് എടുത്തുള്ളൂ എന്ന് ലീഗ് നേതൃത്വം ആരോപിക്കുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി സമയത്ത് മുസ്ലിം ലീഗിൻ്റെ 2 പ്രവർത്തകർ ഇടവെട്ടി കനാൽ റോഡിലൂടെ കടന്ന് വണ്ടിയിൽ പോയപ്പോൾ CPMകാർ 2-3 പേർ തടഞ്ഞു നിർത്തുകയും അവരെ ആക്രമിക്കുകയും ഉണ്ടായി. തെറി പറയുകയും ആക്രമിക്കുകയും ഉണ്ടായി. ആക്രമിച്ച് 2 പേരും ഉന്തും തള്ളും ഉണ്ടായി. അക്രമം ഉണ്ടായി മാർക്സ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ പ്രവർത്തകരുടെ നേരെ. അവസാനം നമ്മളിവിടെ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി. മറ്റേ കൂട്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നാണ് നമ്മുടെ അറിവ്. ഏതായാലും അഡ്മിറ്റായതിന് ശേഷം പോലീസ് നമ്മുടെ ആളുകൾ കിടന്ന ഹോസ്പിറ്റലിലേക്ക് വന്നില്ല, വരികയോ നമ്മുടെ മൊഴിയെടുക്കുകയോ ചെയ്തില്ല. പകരം വൈകുന്നേരം ഒരു 8 മണിയോടുകൂടെ SIയും പോലീസും സ്റ്റേഷനിലെത്തി നമ്മുടെ മൊഴി എടുക്കുന്നതിന് പകരം അവിടെ നിന്ന് ബലമായി ഡിസ്ചാർജ് ചെയ്യിച്ച് നമ്മുടെ 2 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത് സ്റ്റേഷനിലേക്ക്. അതിനെക്കുറിച്ച് CIയുമായിട്ട് സംസാരിച്ചപ്പോൾ 308 വകുപ്പിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഏതു കേസിനും 308 ഇടുക, കൊലക്കുറ്റം ചുമത്തുക, കൊല്ലാൻ ശ്രമിക്കുക എന്ന വകുപ്പിട്ട് കേസെടുത്ത് പോലീസ് ഏകപക്ഷീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതിനെതിരായി UDFനും ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ തിങ്കളാഴ്ച 11 മണിക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ സമരരംഗത്ത് മുമ്പോട്ട് വരികയാണ്. തങ്ങളുടെ പ്രവർത്തകരെ ബലമായി ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച് വധശ്രമം എന്ന ഗുരുതരമായ കുറ്റം ചുമത്തി പിടികൂടുകയായിരുന്നു എന്ന് ലീഗ് പറയുന്നത്. രാത്രി 9:30ഓടെയാണ് നേതാക്കൾ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. എന്നാൽ വധശ്രമം നടത്തി എന്നാണ് CPM പ്രവർത്തകർ പരാതി നൽകിയെന്ന് SI ജോബിൻ ആന്റണി പറഞ്ഞു. ലീഗ് പ്രവർത്തകരുടെയും പരാതി കേട്ടു, അതനുസരിച്ച് കേസെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ വിമല സ്കൂളിന് സമീപം വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴി മൂടാത്തതിനെ തുടർന്ന് വീണ്ടും അപകടം. വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ KSRTC ജീവനക്കാരൻ കരിമണ്ണൂർ സ്വദേശി മാത്യുവിനെ ചാഴികാട്ട് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം. അപകടത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ റോഡരിയിൽ കിടന്ന മാത്യുവിനെ ഏറെ സമയം കഴിഞ്ഞാണ് ആശുപത്രിയിൽ എത്തിക്കാനായത്. രാത്രിയിൽ ഇതുവഴി വന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് അൻഷാദാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആഴ്ചകളായി അപകടാവസ്ഥയിൽ കിടന്ന കുഴി മൂടുന്ന കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. അപകടാവസ്ഥയിലായ കുഴിയെക്കുറിച്ച് നിരവധി മാധ്യമ വാർത്തകൾ വന്നെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ ഉറക്കം നടിക്കുകയാണ്. തകർന്ന റോഡ് നന്നാക്കുന്നതിൽ താൽപര്യമില്ലാത്തവർ സ്വകാര്യ വ്യക്തികളുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റുമുള്ള ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ അമിത താൽപര്യം കാണിക്കുന്നുണ്ട്. പൊതു താൽപര്യമുള്ള കാര്യങ്ങൾ ഇവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കുരുതിക്കളത്തിന് സമീപം KSRTC ബസ് കത്തിനശിച്ചു. യാത്രക്കാരും ബസ് ജീവനക്കാരും സുരക്ഷിതരാണ്. ഇന്ന് രാവിലെയാണ് സംഭവം. മൂലമറ്റത്ത് നിന്നും കട്ടപ്പനയ്ക്ക് പുറപ്പെട്ട ബസ്സാണ് കുരുതിക്കളം 6-ാം വളവിൽ അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻവശത്ത് നിന്നും പുക ഉയരുന്നു കണ്ടതിനെ തുടർന്ന് ഡ്രൈവർ ബസ് നിർത്തി യാത്രക്കാരെ പുറത്തിറക്കുകയായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ബസ് പൂർണ്ണമായും കത്തിയ നിലയിലാണ്. 35ഓളം യാത്രക്കാർ ബസ്സിൽ ഉണ്ടായിരുന്നു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ, സ്പോർട്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ, സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ, സ്പോർട്സ് ആൻഡ് ഗെയിംസ് വെൽഫെയർ അസോസിയേഷന്റെയും ഫുട്ബോൾ പ്ലേയേഴ്സ് അസോസിയേഷൻ ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മർ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഗ്രൗണ്ടിൽ നടന്ന ക്യാമ്പിൽ ഒളിമ്പ്യൻ ഷൈനി വിൽസൺ സെലക്ഷന് നേതൃത്വം വഹിച്ചു. മുൻ ഫുട്ബോൾ താരം സലീംകുട്ടി, ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ജോസ് പുളിക്കൽ, പരിശീലകരായ VR അമൽ, ജോബി, മഞ്ജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 100-ലധികം കുട്ടികളാണ് ക്യാമ്പിൽ ഉള്ളത്. സ്നേഹമുള്ള പേരൻസ്, കുഞ്ഞുങ്ങളെ വളരെയധികം സന്തോഷമുണ്ട്. സലീംകുട്ടി കുറേ വർഷമായിട്ട് എല്ലാ വർഷവും തന്നെ ഞാനിവിടെ വരാറുണ്ട്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ മനസ്സോടുകൂടി പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഡെയിലി ഒരിക്കലും ഒരു സെക്ഷനും രാവിലെയും വൈകിട്ടുണ്ട് രാവിലെയും വൈകിട്ടും വരണം. എന്നാലേ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയാലേ നിങ്ങൾക്ക്
ആ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വളർന്നു വരുന്ന പിള്ളേരാണ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അതാണ് വേറെ ഒന്നുമില്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും അതിൻ്റെ ഫലം കിട്ടും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ നല്ലപോലെ പഠിക്കുക, അപ്പോൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുക, അതെല്ലാമാണ് അഡ്വൈസ് ഉള്ളത്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, അതാണ്, വേറെ ഒരു സീക്രട്ടും ഇല്ല. നന്നായിട്ട് പ്രാക്ടീസ്. ഞാൻ ഇന്ത്യയൊക്കെ സമയത്ത് ഇങ്ങനെ ഗ്രൗണ്ടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് കോച്ചസ് ഇല്ല, ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. പിന്നെ സ്പോർട്സ് സ്കൂളിലൊക്കെ പോയി ട്രെയിനിങ് ചെയ്ത്, പക്ഷേ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് ഇവിടെ ട്രെയിനിങ് ചെയ്യുക, ഇവിടെ നല്ല കോച്ചസ് ഉണ്ട്. അപ്പം നിങ്ങളത് പ്രയോജനപ്പെടുത്തുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെ എനിക്ക്. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ചും ധർണയും എൽദോ എബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള അധ്യാപക സർവീസ് സംഘടനാ സമിതി പിന്നെ നിരവധി വിഷയങ്ങൾ ഇന്നത്തെ ഈ സമരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഉയർത്തുന്നുണ്ട്. അത്തരം വിഷയങ്ങളിൽ തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഏറ്റവും അനുയോജ്യമായ നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. തീർച്ചയായും നിങ്ങളുടെ വിഷയങ്ങൾ, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, കേരളത്തിലെ അധ്യാപകരുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുവാൻ ഏറെ പ്രയാസപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജീവനക്കാർ. നമ്മുടെയൊക്കെ നാട്ടിലെ പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിന്റെ ചെലവുകൾ വിവിധ മേഖലകളിലുമായി ചേർത്ത് വെക്കുമ്പോൾ വർദ്ധിച്ചു വരികയാണ്. ചെലവുകൾ വർദ്ധിക്കുമ്പോൾ വരവുകൾ കുറയുന്നു, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കുറയുന്നു. ന്യായമായ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ഒരുപാട് ആനുകൂല്യങ്ങൾ പിന്നെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഘട്ടത്തിലൊക്കെയാണ് തീർച്ചയായും സമരം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ ജീവനക്കാർ. AKSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി N. ശ്രീകുമാർ, AITUC ജില്ലാ സെക്രട്ടറി K. സലീം കുമാർ, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സമിതി അംഗം D. ബിനിൽ, KGOF ജില്ലാ സെക്രട്ടറി ബെന്നി തോമസ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്തെ ജീവനക്കാർ നടത്തിയ ഐതിഹാസികമായ സമര പോരാട്ടത്തിലെ ഡിമാൻഡുകൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധ്യാപക സർവീസ് സമരസമിതി ഇന്ന് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിട്ടുള്ള മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായി തൊടുപുഴയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ജില്ലാ മാർച്ച് വാഹനത്തിന്റെ വിട്ടുപിന്നാലെ കടന്നു വരികയാണ്. രാജ്യത്തെ തൊഴിലാളി ബന്ധം എന്നിവരുടെ സമര പോരാട്ടങ്ങളിലൂടെ എല്ലാ തൊഴിൽ അവകാശങ്ങളും രാജ്യത്തെ മൊബൈൽ ഷോപ്പിൽ മോഷണം. പഴയരിക്കണ്ടം ആപ്പിൾ മൊബൈൽസിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. പണമായി 10,000 രൂപ, 3 മൊബൈൽ ഫോൺ, ബാറ്ററികൾ, മെമ്മറി കാർഡ്, ചാർജറുകൾ എന്നിവ ഉൾപ്പെടെ 2,50,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ പറഞ്ഞു. പോലീസ് ഡോഗ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നാഷണൽ സർവീസ് സ്കീം കേരളയും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമും സംസ്ഥാന എക്സൈസ് വകുപ്പും സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി തൊടുപുഴയിൽ നടന്നു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാർ PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ഡിവിഷണൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ KA നെൽസൺ മുഖ്യപ്രഭാഷണം നടത്തി. പ്രോഗ്രാം കൺവീനർ TN വിനോദ്, NSS ജില്ലാ കോർഡിനേറ്റർ ജെയിംസ് മാത്യു, രാജൻ തോമസ്, വിജയൻ K, റാണിമോൾ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒന്ന് പരീക്ഷിച്ചു കളയാം എന്ന് കരുതി ഇതിലേക്ക് വീഴുന്നവരും മൂർഖൻ പാമ്പിന് വിഷമുണ്ടോ എന്നറിയാൻ നാം ഒന്ന് പരീക്ഷിക്കാം എന്നാരെങ്കിലും ചിന്തിക്കാമോ? അത്ര അപകടകാരിയാണ്. അഡിക്റ്റ് ആകുന്ന ഒരു നിലയിലേക്ക് വരും. അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ എന്ത് കുറ്റകൃത്യം ചെയ്യാനും അവർ മുതിരും എന്നുള്ള കാര്യം സംശയിക്കും. അതിന് പണം സമ്പാദിക്കാൻ പിന്നെ ഇതിനൊന്നും വിമുക്തി നേടുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. അതുകൊണ്ട് ഇത് വീഴാതിരിക്കാനുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ തോതിൽ ഇതിനെതിരെ ക്യാമ്പയിൻ വേണം. അതിനെതിരെയുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകണം. ഏർപ്പെട്ടിട്ടുള്ളവരെ കണ്ടെത്താൻ ഇന്നുള്ള നിയമം പലപ്പോഴും ഇതിന് പര്യാപ്തമല്ല. വളരെ എളുപ്പം ജാമ്യം കിട്ടുന്ന വ്യവസ്ഥകളാണ് ഉള്ളത്. അതുകൊണ്ട് പിടിക്കപ്പെട്ടാലും പിന്നെയും തുടരാൻ കഴിയുന്ന
ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതേ കൂടി കർശനമായ നിയമങ്ങളും ഇതിനാവശ്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുന്നിൽ കേരള സർക്കാർ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് തൊടുവിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ സബിയ ജബാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉത്തമ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നമ്മൾ മുന്നിട്ട് പോകുന്നുണ്ട്. കാരണം മാലിന്യ സംസ്കരണം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ മഴക്കാലത്താണ് ഇത് കൂടുതലായിട്ട് വരുന്നതും. ഇപ്പോൾ 2 മഴ കഴിഞ്ഞ് എല്ലാം അടിച്ചൊഴുകി പോയി കഴിഞ്ഞാൽ കൊതുകുകളെല്ലാം നശിക്കും എന്ന് വീണ്ടും വരാതെ മഴയില്ലാതെ ജലം കെട്ടിക്കിടക്കുമ്പോൾ വീണ്ടും കൊതുകുകൾ പെരുകുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഇപ്പം ആരോഗ്യ പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും സാംക്രമിക രോഗങ്ങളെക്കുറിച്ചും ഇവിടെ പറയാൻ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ DMO തന്നെ എത്തിയിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് തന്നെ എല്ലാവരെയും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി ആരോഗ്യ പ്രവർത്തനം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകുന്ന താലൂക്ക് ഹോസ്പിറ്റലും ജില്ലാ ഹോസ്പിറ്റലും ഒക്കെ നമുക്കുണ്ട്. അതുപോലെ തന്നെ നേഴ്സിംഗ് ടീച്ചർ എല്ലാവരും ഇതിന് ആരോഗ്യപരമായിട്ട് കാര്യങ്ങളിലെല്ലാം നന്നായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും നന്നായി പോകണം എന്നാണ് ആഗ്രഹം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനി ജോഷി അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ഷാഹുൽ ഹമീദ്, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MR ഉമാദേവി, ഡോക്ടർ രേഖ എന്നിവർ പ്രസംഗിച്ചു. ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മലപ്പുറം യുവഭാവന ക്ലബ്ബ് അവതരിപ്പിച്ച പാപനാടകവും ഉണ്ടായിരുന്നു. എല്ലാം ചിത്രം ഇത്തം മാറ്റുക നല്ലൊരു ബന്ധം മൊബൈലിൽ വളർത്തുക അശ്ലീലതയുടെ ശീലം മാറ്റുക നല്ലൊരു ബന്ധം മൊബൈലിൽ വളർത്തുക. ഉടുമ്പന്നൂർ ഗുരുദർശന കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ യൂണിറ്റ്, തൊടുപുഴ ന്യൂമാൻ കോളേജ് NSS യൂണിറ്റ്, കരിങ്കുന്നം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC എന്നിവയുടെ സഹകരണത്തോടെ ജില്ലാതല ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഉടുമ്പന്നൂർ റോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മരണാനന്തര ചടങ്ങുകളിൽ ശവസംസ്കാര ചടങ്ങുകളിൽ പോകാറുണ്ട്. ഈ അടുത്ത കാലത്ത് നോക്കുമ്പോൾ 3 പേരിൽ ഒരാളെങ്കിലും മരിക്കുന്നത് ക്യാൻസർ മൂലമാണ് എന്നാണ് ഈ കാണാൻ കഴിയുന്നത്. ഇത്രമാത്രം നമ്മളുടെ ക്യാൻസർ രോഗം വ്യാപിപ്പിക്കാനുള്ള ഒട്ടേറെ കാരണങ്ങളുണ്ട്. ജീവിതശൈലിയിലൊക്കെ വന്ന മാറ്റങ്ങളാണ് പ്രധാനപ്പെട്ട കാരണം. എന്നാലും അതേപ്പറ്റിയെല്ലാം ഡോക്ടർ തോമസ് വർഗീസ് വിശദമായി സംസാരിക്കും. ഇതിൽ ഏറ്റവും പ്രസക്തിയുള്ള കാര്യമായി എനിക്ക് തോന്നുന്നത് തുടക്കത്തിലെ ഒരു ക്യാൻസറിൻ്റെ രോഗം ബാധിച്ചുവെന്ന് കണ്ടാൽ തുടക്കത്തിൽ തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് ഭേദമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഈ ബോധവൽക്കരണ സെമിനാർ നടക്കുന്നത് കൊണ്ട് അത്തരത്തിൽ കൂടുതൽ ആളുകൾ വൈദ്യപരിശോധനയ്ക്കൊക്കെ തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും യുവതലമുറ, വിദ്യാർത്ഥികൾ ഈ രംഗത്തെപ്പറ്റി എല്ലാം പഠിക്കാൻ തയ്യാറാകുന്നത് ഏറ്റവും സ്വാഗതാർഹമാണ്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സജീവ് അധ്യക്ഷയായിരുന്നു. തൊടുപുഴ DYSP NN പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുദർശന കുടുംബ കൂട്ടായ്മ രക്ഷാധികാരി അശ്വതി മധു, പ്രസിഡന്റ് ബിനു രവീന്ദ്രൻ, സെക്രട്ടറി ജിനോ വേണു, CK ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം റിനെ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ക്യാൻസർ രോഗ വിദഗ്ധനും കേരള ക്യാൻസർ കെയർ യൂണിറ്റ് പ്രസിഡന്റുമായ ഡോക്ടർ തോമസ് വർഗീസ് ക്ലാസ് എടുത്തു. ഇന്റർനാഷണൽ ക്യാൻസർ വേൾഡ് ക്യാൻസർ ഡേയിൽ 4 പ്രധാനപ്പെട്ട മിഥ്യാധാരണകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 4 പ്രധാനപ്പെട്ട മിഥ്യാധാരണകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ക്യാൻസർ എന്ന് പറഞ്ഞാൽ വെറും ഒരു ആരോഗ്യ പ്രശ്നം മാത്രമാണ്, അതൊരു മിത്ത്. കുറച്ചു മുമ്പ് അയാളുടെ സാമ്പത്തിക കാര്യമൊക്കെ പറഞ്ഞു എന്നോട്. നിങ്ങൾ എത്ര പേർക്ക് അഭിപ്രായമുണ്ട് കൈപൊക്കിയാൽ മതി. റീജിയണൽ ക്യാൻസർ സെന്ററിലോ എറണാകുളത്തുള്ള ക്യാൻസർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോ കോട്ടയം മെഡിക്കലിലോ എവിടെയെങ്കിലും ക്യാൻസർ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ചികിത്സ ഫ്രീ ആണെന്ന് അഭിപ്രായമുള്ളവർ. ആദിവാസി വനാവകാശം സംരക്ഷിക്കുവാനും ഭൂരഹിതരായ ആദിവാസി, ദളിതർ, തോട്ടം തൊഴിലാളി, ഇതര ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച്
ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല നിൽപ്പ് സമരം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി കളക്ടറിന് മുമ്പിലാണ് നിൽപ്പ് സമരം. നിൽപ്പ് സമരം ഭൂ അധികാര സംരക്ഷണ സമിതി അധ്യക്ഷൻ സണ്ണി എം കബിനാട്ട് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ആദിവാസി ഗോത്രസഭ കോർഡിനേറ്റർ എം ഗീതാനന്ദൻ, അന്നമ്മ മൈക്കിൾ, PG ജനാർദ്ദനൻ, രാധാമണി എന്നിവർ പങ്കെടുത്തു. വനാവകാശ നിയമം 2006 പാസ്സാക്കിയതിന് ശേഷം നേഷൻ വൈഡായി ഇതിനു വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായ മോണിറ്ററിംഗ് സംവിധാനവും ഇവാലുവേഷൻ സംവിധാനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അത് കേരളത്തിൽ ഇങ്ങനെ മന്ദഗതിയിലായൊരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ 2014 സെപ്റ്റംബർ ജൂലൈ 9 മുതൽ 2014 ഡിസംബർ 17 വരെ നീളുന്ന 6 മാസത്തെ നിൽപ്പ് സമരം നടത്തുകയും വനാവകാശ നിയമം സമ്പൂർണ്ണമായി നടപ്പാക്കി സാമൂഹിക വനാവകാശം ഉൾപ്പെടെ കമ്മ്യൂണിറ്റി ഫോറസ്ട്രി എന്ന് പറയുന്നത് ഗ്രാമസഭകൾക്കുള്ള വനത്തിൻ്റെ മുകളിലുള്ള മറ്റ് സഞ്ചരിക്കാനും വനവിഭവം ശേഖരിക്കാനുള്ള അവകാശം ഉൾപ്പെടെയുള്ളത് ഒരു സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. 6 മാസമായിരുന്നു എന്ന് പറഞ്ഞത്. UDF ഭരണകാലത്ത് കാര്യങ്ങൾക്ക് ഒരു സ്പീഡ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും താല്പര്യമെടുക്കുന്ന ജില്ലാ കളക്ടർമാരുണ്ടായ പല ജില്ലകളും, ഉദാഹരണത്തിന് വയനാട് ജില്ലയിലാണ് തന്നെ വളരെയേറെ മുന്നോട്ട് പോയിരുന്നു. ഇടുക്കി ജില്ലയിൽ അത്രയും വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പറയുന്ന വനഭൂമിയിൽ പിന്നീട് കയ്യേറ്റവും കൈമാറ്റവും വനാവകാശം കൺഫർ ചെയ്യുന്ന മേഖലകളാണ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ 77 മുമ്പ് നടന്ന കയ്യേറ്റമോ, പണ്ട് കേരളത്തിലെ ആദിവാസി ഭൂമി തിരിച്ചെടുക്കാനുള്ള അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കാനുള്ള 75 നിയമം, 99 നിയമം തുടങ്ങി നിരവധി വിഷയങ്ങളുടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ നിയമങ്ങളുടെ പരിധിയിലുള്ള വിഷയമേ അല്ല നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതും നമ്മൾ ആവശ്യപ്പെടുന്നു. 2006 വനാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് വനത്തിൽ പാരമ്പര്യമായി താമസിച്ചു വരുന്ന ആദിവാസികൾക്കും 3 തലമുറയിലധികമായി താമസിച്ചു വരുന്ന നോൺ ആദിവാസികൾക്കും അവകാശം കൺഫർ ചെയ്യാനുള്ള ഒരു ആക്റ്റാണ്. അതിന് 2008 ചട്ടം വന്ന് അത് വനാവകാശ കമ്മിറ്റികൾ ഉണ്ടാക്കി നടപ്പാക്കി തുടങ്ങുമ്പോൾ ഇത്തരം ആദിവാസികൾക്ക് വനാവകാശമുള്ള ഭൂമിയിൽ ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവരെ വെട്ടിക്കാൻ വനംവകുപ്പ് ബാധ്യസ്ഥ. വടക്കംമുറി സാൻജോ മൗണ്ടിലെ 5ാം വെള്ളിയാചരണം വലിയ ജനപങ്കാളിത്തത്താൽ വാഹന പണിമുടക്ക് ദിനത്തിലും ശ്രദ്ധേയമായി. ഉച്ചതിരിഞ്ഞ് 3:30 ചുങ്കം ഫൊറോന വികാരി ഫാദർ ജോർജ് പുതുപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും ഫാദർ തോമസ് കരിമ്പുംകാലായിൽ, ഫാദർ സൈമൺ വെള്ളിയേപ്പിള്ളിൽ, ഫാദർ ഷെട്ടൻ അപ്പോഴിപ്പറമ്പിൽ, ഫാദർ ജോസ് ചക്കാലയ്ക്കൽ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും അർപ്പിച്ച വിശുദ്ധ ബലിയോടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. തുടർന്ന് വികാരി ഫാദർ ഷാജി പൂത്ര ദിവ്യകാരുണ്യ ആരാധനയോടെ വിശുദ്ധ യൗസേപിതാവിന്റെ നൊവേനയ്ക്ക് നേതൃത്വം നൽകി. 5:15 തൂബാനീസ പ്രാർത്ഥനാ കേന്ദ്രം ഡയറക്ടർ ഫാദർ ജിബിൻ കുഴിവേലിൽ പീഡാനുഭവ സന്ദേശം നൽകി. 5:45 ആരംഭിച്ച കുരിശിന്റെ വഴി പ്രാർത്ഥനയോടെ കുരിശുമല കയറ്റത്തിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. കുരിശുംമൂടിയിൽ കടുത്തുരുത്തി ഫൊറോന വികാരി മണക്കാട്ട് ബഹു മാത്യു അച്ഛൻ വിശുദ്ധ കുരിശിന്റെ ആശീർവാദം നൽകി. ഇടുക്കി ജില്ലാ വോളിബോൾ ക്ലബ്ബ് സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. വോളിബോൾ ക്ലബിന്റെ രക്ഷയ്ക്കായി ഞായറാഴ്ച വൈകിട്ട് മുട്ടം രാജീവ് നായർ നഗറിൽ മുട്ടം വ്യാപാര ഭവൻ ഹാളിലാണ് വോളിബോൾ പ്രേമികൾ ഒന്നിക്കുന്നത്. വോളിബോളിന്റെ ജില്ലയിലെ പഴയകാല താരങ്ങളും പുതിയ താരങ്ങളും ക്ലബ്ബ് ടൂർണമെന്റ് ഭാരവാഹികളും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കും. മുൻ വോളിബോൾ താരങ്ങളായ S. ഗോപിനാഥ് IPS, ടോം ജോസഫ്, R. രാജീവ്, രാജ് വിനോദ്, SA മധു കിഷോർ കുമാർ എന്നിവർ സൗഹൃദ കൂട്ടായ്മയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകരായ ജോയി കോറ്റങ്കോട്ടിൽ, ഇജി സജി എന്നിവർ അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ വോളിബോൾ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ഇടുക്കി ജില്ലയിലെ പഴയകാല കളിക്കാരും പുതിയ കളിക്കാരും ക്ലബ്ബ് ഭാരവാഹികളും ടൂർണമെൻറ്റ് ഭാരവാഹികളും പങ്കെടുക്കുന്ന ഇടുക്കി ജില്ലാ വോളി സൗഹൃദ കൂട്ടായ്മ 2017 ഏപ്രിൽ 2 ഞായറാഴ്ച മുട്ടം വ്യാപാർ ഭവൻ ഹാൾ രാജീവൻ നായർ നഗർ നടത്തപ്പെടുകയാണ്. ഈ വോളി കൂട്ടായ്മയിൽ നമ്മുടെ പഴയ ഇന്റർനാഷണൽ താരങ്ങളും പുതിയ രാജ്യാന്തര താരങ്ങളും പങ്കെടുക്കുന്നു. അതോടൊപ്പം ഈ ഇടുക്കി ജില്ലയിലും കേരളത്തിലും ഇന്ത്യയിലും കളിച്ചു വളർന്ന ഒട്ടനവധി ആളുകൾ പങ്കെടുക്കുന്ന ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ സാദരം എല്ലാവരെയും ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ ഈ ഇടുക്കി ജില്ലയിലെ വോളി പ്രസ്ഥാനം ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഈ പരിപാടിയിൽ എല്ലാവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകി തൊടുപുഴ കരിയർ ഗൈഡൻസ് സെന്റർ ഡയറക്ടർ TA ജോൺ ശ്രദ്ധേയനാവുന്നു. 25 വർഷത്തിലേറെയായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉന്നത തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാലാനുസൃതമായ മാറ്റങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും ഉന്നത വിദ്യാഭ്യാസത്തിനായി തന്നെ സമീപിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന മികവും അഭിരുചിയും സാമ്പത്തിക സ്ഥിതിയും കുടുംബ പശ്ചാത്തലവും എല്ലാം മനസ്സിലാക്കി അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് സെന്റർ ഉടമ TA ജോൺ വഹിക്കുന്ന പങ്ക് വലുതാണ്.
കേരളത്തിന്റെ മാനവ വിഭവശേഷി നിർണ്ണയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ പുതുതലമുറ കോഴ്സുകൾ ഉൾപ്പെടെ പ്രൊഫഷണലായും നോൺ പ്രൊഫഷണലായുമുള്ള എല്ലാവിധ കോഴ്സുകൾക്കും കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക തുടങ്ങി രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളിലെ പ്രശസ്തമായ കോളേജുകളിൽ അഡ്മിഷന് വേണ്ട നേരായതും സുതാര്യവുമായ മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ 25 വർഷമായി അദ്ദേഹം നൽകി വരുന്നു. 1989 ബിരുദ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഡൽഹിയിലെ കരിയർ പ്ലേസ്മെന്റ് ട്രെയിനിംഗ് കമ്പനിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മസ്തിഷ്ക വികാസത്തിന് സഹായിക്കുന്ന അബാക്കസ് പരിശീലന കോഴ്സ് കഴിഞ്ഞ 10 വർഷക്കാലമായി തൊടുപുഴയിൽ വിജയകരമായി നടപ്പിലാക്കുവാനും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വിവിധ സ്കൂളുകളിലും ക്ലബ്ബുകളിലും അദ്ദേഹം ക്ലാസുകൾ സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥികളുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് മാർഗനിർദ്ദേശങ്ങളും കൗൺസിലിംഗും നടത്തി വരുന്നു. ഒരു 5-6 വർഷം മുമ്പ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ ബൂമിംഗ് റേറ്റിൽ ഡൊണേഷനോട് കൂടി കടന്നു വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ആ സമയത്ത് എഞ്ചിനീയറിംഗ് നല്ല ബൂമായിരുന്നു. വരുന്ന കുട്ടികൾ അവരുടെ സാമ്പത്തികമോ കാര്യങ്ങളോ നോക്കാതെ ഒരു കോമൺ ട്രെൻഡ് വെച്ചിട്ട് മെക്കാനിക്കൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ആ സമയത്ത് ഈ സാമ്പത്തികമായിട്ട് കുറഞ്ഞ കുട്ടികൾ ഇത്രയും ഡൊണേഷൻ കൊടുത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നേരെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന ബ്രാഞ്ചിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുകയും ആയത് മൂലം അവർ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയതിന് ശേഷം ഇറ്റലി, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറിപ്പോകുകയും ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പണി കിട്ടിയെന്ന് സന്തോഷപൂർവ്വം വന്ന് പറയുകയും അന്നത്തെ സാറ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒഴിവാക്കിക്കൊണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ തിരഞ്ഞെടുത്തത് റൈറ്റ് ഒരു ചോയ്സ് ആയിരുന്നു എന്നുള്ള പല അഭിപ്രായം ഇവിടെ വന്നിട്ടുണ്ട്. തന്നെയല്ല, മെക്കാനിക്കൽ ബ്രാഞ്ചിൽ അഡ്മിഷൻ എടുത്തിയ ഒരാൾ ഒരു ബ്രാഹ്മിൻ സ്റ്റുഡൻ്റാണ്. അദ്ദേഹം തൊടുപുഴയുള്ള ഒരാളാണ്. ജോലി കിട്ടി മെക്കാനിക്കൽ കോഴ്സ് കഴിഞ്ഞിറങ്ങി ഉടനെ തന്നെ അവർക്ക് ഇതിലേക്ക് മറൈനിലേക്ക് അവരെ ട്രെയിനിങ് ആയിട്ട് എടുക്കും. ട്രെയിനിങ് പീരീഡിൽ തന്നെ 30,000 സാലറി കിട്ടി. ആ സാലറി വാങ്ങിച്ചുകൊണ്ട് ഫാദറും കുട്ടിയും കൂടെ നേരെ എൻ്റെ ഓഫീസിൽ വന്ന് പുതിയ കോഴ്സുകളെ കുറിച്ച് അറിവ് നൽകുന്ന ധാരാളം ലഘുലേഖകളും കരിയർ ദീപം എന്ന പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വിവിധ കരിയർ മേഖലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തി മംഗളം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കരിയർ ഗൈഡൻസ് എക്സലൻസ് അവാർഡും ഗ്രാമജ്യോതി ഏർപ്പെടുത്തിയ കരിയർ ഗൈഡൻസ് എക്സലൻസ് അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. BSc ഫോറൻസിക്, BSc ആൾട്ടർനേറ്റ് എനർജി, ബേസിക് പെർഫ്യൂഷൻ എനർജി, BSc നഴ്സിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ്, BCA ക്ലൗഡ് കമ്പ്യൂട്ടറിംഗ് തുടങ്ങി വിവിധ കോഴ്സുകളുടെ മാർഗനിർദ്ദേശവും കൗൺസിലിംഗും അദ്ദേഹം നൽകി വരുന്നു. വെങ്ങല്ലൂർ നടയിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഭഗവതിക്ക് തിടമ്പേറ്റിയത് ആനപ്രേമികളുടെ ഹരമായ പാമ്പാടി രാജനായിരുന്നു. 45 വയസ്സുള്ള പാമ്പാടി രാജൻ എന്ന ആന കേരളത്തിലെ ഉത്സവങ്ങളിലൂടെ മാറ്റുവർത്തിപ്പിക്കുന്നതിൽ ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട്. പാമ്പാടി രാജന്റെ വരവ് തൊടുപുഴയിലെ ആനപ്രേമികൾക്ക് ആവേശമായി മാറി.
കുമാരമംഗലം വള്ളിയാനിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മീനപ്പൂരം മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ച വൈകുന്നേരം ഉത്സവത്തിന് കൊടിയേറും. പുതിയതായി തീർന്ന നടപ്പന്തലിന്റെ സമർപ്പണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ നിർവഹിക്കും. ഉത്സവ നാളുകളിൽ എല്ലാ ദിവസവും മുടിയേറ്റുള്ള അപൂർവം കാവുകളിലൊന്നാണ് ഈ ക്ഷേത്രം. ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. നാളെ നമ്മുടെ വെള്ളിയാനിക്കാട്ട് ദേവിയുടെ ക്ഷേത്രത്തിൽ കൊടിയേറുകയാണ്. ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഈ നടപ്പന്തൽ നിർമ്മിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ ആഗ്രഹം പൂർത്തിയായി. ഞങ്ങൾക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ദേവിയുടെ ചൈതന്യം കൊണ്ട് ഈ ഗ്രാമപ്രദേശം വളരെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഞാനതിൽ അനുഭവസ്ഥയാണ്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. നോമ്പ് കാലത്തിലൂടെ BBC-യുടെ കാൽവരിയുടെ സന്ദേശമാണ് ഇനി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഗ്രീസിലെ മാസിഡോണ എന്ന രാജ്യത്തിലെ രാജാവായ ഫിലിപ്പ് രണ്ടാമൻ ചക്രവർത്തിയുടെ മകനാണ് അലക്സാണ്ടർ. അലക്സാണ്ടർ തന്റെ പിതാവിന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം ചോദിച്ചു: രാജകൊട്ടാരത്തിന്റെ മതിലുകൾക്കപ്പുറം എന്നെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ട് എന്ന് പരിചാരകർ പറഞ്ഞത് ശരിയാണ്. തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് നിർത്തി ചക്രവർത്തി പറഞ്ഞു: രാജകൊട്ടാരത്തിന്റെ മതിലുകൾക്കപ്പുറം നിന്നെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് സത്യമാണ്. മകൻ പിതാവിനോട് ചോദിച്ചു: എങ്കിൽ അവരോടൊപ്പം ഉല്ലാസത്തിൽ ഏർപ്പെടുവാൻ എന്നെ അനുവദിക്കുമോ? ചക്രവർത്തി പറഞ്ഞു: മകനെ, നീ എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളുക, ആരുടെ കൂടെ വേണമെങ്കിലും കളിച്ചുകൊള്ളുക. പക്ഷേ നീ എവിടെ പോയാലും ആരുടെ കൂടെ കളിച്ചാലും ഒരു കാര്യം മാത്രം നീ മറന്നുപോകരുത്: നീ മാസിഡോണ ഭരിക്കുന്ന ഫിലിപ്പ് ചക്രവർത്തിയുടെ മകനാണ് എന്ന സത്യം. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാല ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ ആത്മ നിയന്ത്രണം നഷ്ടപ്പെടുവാനുള്ള വലിയ പ്രചോദനങ്ങൾ നമുക്കുണ്ടാകുമ്പോഴും ജീവിതത്തിൽ ഞാൻ ആരാണെന്നും എന്റെ ദൗത്യം എന്താണ് എന്നും നമുക്ക് വിസ്മരിക്കാതിരിക്കാം. ആത്മ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു കോപ്പ പായസത്തിനു വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം നഷ്ടപ്പെടുത്തിയ ഏസാവിനെ പോലെ ആകാതെ ജീവിതത്തിന്റെ പ്രലോഭനങ്ങളുടെ നടുവിലും ആത്മനിയന്ത്രണത്തോടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമുക്ക് ശക്തി ലഭിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ചരമവാർത്തകൾ. തൊടുപുഴ മടത്തിക്കണ്ടം പാറയ്ക്കൽ ശശിധരൻ നായർ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ സുധ മടത്തിക്കണ്ടം കൊണ്ടാട്ട് കുടുംബാംഗം. മക്കൾ ഷീബ, ഷിജു. മരുമക്കൾ സുരേന്ദ്രൻ നായർ, സുനു. തെക്കുംഭാവം പുത്തമ്പുറയിൽ ജോസഫ് വർക്കി നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളിയിൽ. ഭാര്യ നെയ്യശ്ശേരി തലാപ്പള്ളിയിൽ കുടുംബാംഗം. മക്കൾ ജാൻസി, ജിജി, റാണി ജോസഫ്, റെജീന. മരുമക്കൾ ജനാർദ്ദനൻ വെളിയപറമ്പിൽ, ബേബി കാക്കനാട്ട്, റെജി ചക്കാലക്കൽ, സിമിലി പാണ്ടിപ്പിള്ളിൽ, റോയി പ്ലാത്തോട്ടത്തിൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയംചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2725 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 147 രൂപ, RSS 5 കിലോഗ്രാമിന് 141 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ലീഗ് പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് നേതാക്കൾ ആരോപിച്ചു. കേരള സർക്കാർ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ സബിയ ജബാർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സർവീസ് സ്കീമും കേരളയും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമും സംസ്ഥാന എക്സൈസ് വകുപ്പും സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി തൊടുപുഴയിൽ നടന്നു. സെമിനാർ പി ജെ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ചും ധർണയും എൽദോ എബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. ആദിവാസി വനാവകാശം സംരക്ഷിക്കുവാനും ഭൂരഹിതരായ ആദിവാസി, ദളിതർ, തോട്ടം തൊഴിലാളി, ഇതര ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല നിൽപ്പ് സമരം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.